ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മളെ ന്യൂ വ്ളോഗ്. എന്നാ പിന്നെ സഹൃദയരെ, നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പർച്ചേസിംഗ് വ്ളോഗാണ് ഗൈസ്. അപ്പൊ പർച്ചേസിനായി നമ്മൾ വന്നിട്ടുള്ളത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അത് പിന്നെ ഒരേ നിർബന്ധം, അവന്റെ കാല് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെയുള്ള മലയാളികളുടെ ഒരു വികാരമാണല്ലോ നമ്മുടെ നെസ്റ്റോ. കണ്ടില്ലേ, നെസ്റ്റോ. അപ്പം സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ. നെസ്റ്റോ മലയാളികളും ഇന്ത്യകളും മലയാളികളും പച്ചകളും അറബികളും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇപ്പം പറഞ്ഞാൽ അത്രക്ക് തിരക്കൊന്നും കാണില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് വന്നത് ആസിമിന്റെ ബുക്ക് പർച്ചേസ് ചെയ്യാനാണ്. ഇവിടെ സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പൊ എനിക്ക് കുറച്ച് നോട്ട്ബുക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ കിട്ടെ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിന് 500 വ്യൂസ് ആയി ഗൈസ്. വി ആർ സോ ഹാപ്പി. അതെ, വി ആർ വെരി ഹാപ്പി. ആക്ച്വലി വി കെയിം ഹിയർ ഫോർ പർച്ചേസിംഗ് നോട്ട്ബുക്സ് ഫോർ ആസിം. ഇവിടെ എത്തിയപ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പൊ നമുക്ക് തെന്നി മാറിയ സാധനങ്ങൾ അങ്ങനെ നമ്മൾ വൈമാറി എത്തിയത് വീട്ടിലേക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങിക്കാനാണ്. നോക്കൂ ഗൈസ്, വെട്ടിയിട്ട വാട്ടർമെലൻ വെറും 2.95 റിയാൽ മാത്രം. ക്ഷമക്കത് ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കുറെ തിരിഞ്ഞളിച്ചു. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ ഒലിവ്സിന്റെയും ചീസിന്റെയും കുറെ ഫുഡ് ഐറ്റംസ്. ഇതൊക്കെ തുർക്കിയുള്ള ഭക്ഷണമാണ് ആസിം പറയുന്നത്. സംഭവം തുർക്കിയതായാലും ഒമാനിയതായാലും സൗദിയതായാലും നമ്മൾ കഴിക്കാൻ പോകില്ല, കാരണം നമ്മളെ രണ്ടാളേലും. ഇങ്ങനെ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് അടുത്തതായി നമുക്ക് വേണ്ടത് ബർഗറിനുള്ള ബന്നാണ്. എനിക്ക് സ്കൂളിലേക്ക് ലഞ്ചിനുള്ള ഒരു ഓപ്ഷനാണ് ബർഗർ. അങ്ങനെ ബർഗറും വാങ്ങി നമ്മൾ നേരെ നടന്ന് മിലാഫ് കോളന്റെ അടുത്തെത്തി. നോക്കുമ്പോൾ മിലാഫ് കോളക്കും ബത്തക്കന്റെ അതേ പ്രൈസ് തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആസിമിനുള്ള ബുക്സ് വാങ്ങാനും വേണ്ടി മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ മുകളിൽ ലാൻഡ് ചെയ്തു. മുകൾക്ക് കയറിയപ്പോൾ ആദ്യം തന്നെ ഇവിടെ കുറെ വാച്ചസ് ഉണ്ട്. ഒരു ആവശ്യമില്ലാണ്ട് വാങ്ങൂലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ വെറുതെ നോക്കി നമ്മളെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഇങ്ങനെ 29, 49, 25, 20 അങ്ങനെ കുറെ ടൈപ്പ്, കുറെ ക്വാണ്ടിറ്റി, കുറെ റേറ്റിലുള്ള വാച്ചുകളുണ്ട്. കുറച്ച് ഓവർ ആവുണ്ട് ആസിം. അങ്ങനെ നമ്മൾ ബുക്കിന്റെ സെക്ഷനിലെത്തി. അങ്ങനെ നമുക്ക് വേണ്ടി ബുക്കൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആയിഷക്ക് വീണ്ടും മേലെ കയറണല്ലോ. ആയിഷ നേരത്തെ നമ്മൾ നോട്ട്ബുക്ക് എടുക്കാൻ പോയപ്പോഴേ ഫെദറൊക്കെയുള്ള ബമാച്ചുട്ടിയുള്ള ബുക്കുകൾ അപ്ലൈ നോട്ട് വെച്ചു. അതെടുക്കാൻ വേണ്ടി എന്റെ കൂടെ ആരെങ്കിലും മോൾക്ക് വരി നോൾ കുറെ നേരം ഇങ്ങനെ പറയും. എന്നാ പിന്നെ ഇതാണോ സാധനം, പച്ച മഞ്ഞ വള കളറുകളുള്ള മനോഹരമായ ബുക്ക്. ആശിച്ച് മോഹിച്ചെടുത്ത സാധനം ബാർകോഡ് ഇല്ലാത്തതിനാൽ അവിടെ തന്നെ വെക്കേണ്ടി വന്നു. ഒറ്റൊന്നുള്ളില്ല, അതിനോണ്ടാണ്. ഇനി ചങ്ങായി ബാർകോഡ് അടിച്ച് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. അങ്ങനെ നമ്മൾ മിൽക്ക് പ്രൊഡക്റ്റ് സെക്ഷനിലെത്തി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു യോഗട്ട് കൊണ്ട് എടുക്കാൻ പോകണം. അങ്ങനെ നമ്മൾ വില്ലൊക്കെ അടിച്ച് ലിഫ്റ്റ് കയറുമ്പോൾ ഒരു സംഭവം നടന്നു. സംഭവം വേറെ ഒന്നല്ല, നമ്മൾ ട്രോളി ആയിട്ട് ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറി. അങ്ങനെ ബേസ്മെന്റ് നോക്കി നമ്മളവിടെ നമ്മൾ ബാക്കിൽ 2 ബംഗാളികളും കൂടി ഉണ്ടായിട്ട് ഓളെ നമ്മൾ നെഹി കാണും. അപ്പോഴാണ് ലിഫ്റ്റിന്റെ ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവുന്നത്. ബംഗാളെ വിചാരം നമ്മൾ ക്ലോസ് ചെയ്താന്നാ. അതിന്റെ ഇടയിലും കയറാൻ നിൽക്കാൻ ടോനായിട്ട് അതിന്റെ ഇടയിൽ കുടുങ്ങിനെങ്കിൽ പറയണേ ഓ മർജാവായിരുന്നു. മർജാവായാലും കർജാവായാലും നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നമ്മള് നല്ല ബുദ്ധിയുള്ള പിള്ളേരാ. ഞാൻ കുട്ടിയാണ്, അഫ്ഗാൻ അങ്കിളാട്ടോ. അപ്പൊ ഗൈസ് എന്നാ ശരി കേട്ടോ.